സോഷ്യൽ മീഡിയയിലെ പുതിയൊരു രോഗത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ഇതിനെ ഇംഗ്ലീഷിൽ വാട്ടബൌട്ടിസം എന്ന് വിളിക്കും. മലയാളത്തിൽ ലളിതമായി പറഞ്ഞാൽ വിഷയം മാറ്റൽ വിദ്യ. ഒരു തെറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ആ തെറ്റ് ചെയ്തവനെ വെള്ളപൂശാൻ വേണ്ടി ലോകത്തെവിടെയെങ്കിലും നടന്ന മറ്റൊരു തെറ്റിനെ കൂട്ടുപിടിക്കുന്ന കുറെ ബുദ്ധിശൂന്യർ ഇവിടെയുണ്ട്. ഉദാഹരണത്തിന്, ആരെങ്കിലും ഗസയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ വെന്തു മരിക്കുമ്പോൾ ആ അക്രമത്തെ പറ്റി ഒരക്ഷരം മിണ്ടിയാൽ ഉടനെ വരും ചിലർ. അവരുടെ കയ്യിൽ ഒരു പഴയ ലിസ്റ്റ് കാണും. അല്ല, അന്ന് മറ്റേ രാജ്യത്ത് മറ്റേ മതക്കാർ കൊല്ലപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഏതെങ്കിലും ഒരിടത്ത് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ക്രൂരതയാണെന്ന് പറയാൻ ലോക ചരിത്രത്തിലെ എല്ലാ കൊലപാതകങ്ങളുടെയും നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടോ? അവിടെ കൊല്ലപ്പെട്ടതും മനുഷ്യനാണ്, ഇവിടെ കൊല്ലപ്പെടുന്നതും മനുഷ്യനാണ്. അതേപോലെ ഒരു ഫാസിസ്റ്റ് തെമ്മാടിത്തത്തെയോ അക്രമത്തെയോ പറ്റി സംസാരിച്ചാൽ ഫാസിസ്റ്റ് അനുകൂലികൾ ഉടനെ വരും. അല്ല, മുസ്ലിം തീവ്രവാദികളെ പറ്റി എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചുകൊണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ക്രൂരത ചൂണ്ടിക്കാണിച്ചാൽ അപ്പോ വരും ചോദ്യം, മറ്റേ പാർട്ടി ചെയ്തത് മറന്നോ? ഒരാൾ കാണിക്കുന്ന തോന്നിവാസത്തെ ന്യായീകരിക്കാൻ വേറൊരാൾ കാണിച്ച കൊള്ളരുതായ്മയെ കൂട്ടുപിടിക്കുന്നത് ആത്മവഞ്ചനയാണ്. നിന്റെ കയ്യിലെ ചെളി മറക്കാൻ അയൽക്കാരന്റെ ദേഹത്തെ ചെളി നോക്കി ചിരിച്ചിട്ട് കാര്യമില്ല. രണ്ടും വൃത്തികേടാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ആ വൃത്തികേടിന് കുടപിടിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ പഴയൊരു നാട്ടു സംസാരമാണ് ഓർമ്മ വരുന്നത്. നാട് മൊത്തം പിടിച്ചുലയ്ക്കുന്ന കൊടുങ്കാറ്റിൽ ഒരു ആന പാറിപ്പോയ കഥ പറയുമ്പോൾ അതിനിടയിൽ അമ്മാവന്റെ കോണാൻ പാറിയത് എന്തേ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്ന പോലത്തെ തരംതാണ് ലോജിക്. ഗൗരവമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ സാധാരണ കാണുന്ന ന്യായീകരണ തൊഴിലാളികളുടെ അപ്പൊ മറ്റേത് പറയാത്തത് എന്തേ ചോദ്യമുണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന പഴചൊല്ലാനാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിച്ചോ, ഏത് മതത്തിലും വിശ്വസിച്ചോ, പക്ഷേ ന്യായീകരണ തൊഴിലാളികളാകുമ്പോൾ മിനിമം കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം. മനുഷ്യത്വം ഒരു തുലാസിൽ വെച്ച് തൂക്കി നോക്കേണ്ട ഒന്നല്ല. അനീതി എവിടെ കണ്ടാലും അത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അല്ലാതെ അവിടെ പണ്ട് അങ്ങനെ നടന്നല്ലോ, അപ്പോ ഇതും നടന്നോട്ടെ എന്ന് പറയുന്ന നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പുണ്ടല്ലോ, അത് പച്ചയായ വർഗീയതയാണ്. മേലാൽ ഒരു വിഷയത്തെ ന്യായീകരിക്കാൻ വേറെ വഴി തിരിച്ചു വിടുന്ന ആ വാട്ടബൌട്ടറി ക്യാപ്സ്യൂളുമായി കമന്റ് ബോക്സിൽ പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. ചോദ്യങ്ങൾ ചോദിക്കൂ, പക്ഷേ അത് മറ്റൊന്നിനെ മറയ്ക്കാൻ വേണ്ടിയാകരുത്. വിയോജിക്കൂ, പക്ഷേ വഴിതിരിപ്പിക്കാൻ വേണ്ടിയാകരുത്. ഓർക്കുക, എല്ലാ അനീതികളും ഒരേപോലെ തെറ്റാണ്. ഒന്നിനെ മറയ്ക്കാൻ മറ്റൊന്നിനെ കൂട്ടുപിടിക്കുന്നത് നിർത്തുക. മനുഷ്യനായി ചിന്തിച്ചു തുടങ്ങൂ.